Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് മാനേജ്മെന്റ് തിയറി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. പിടിച്ചോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. മിക്ക പേപ്പറിലും വരുന്നതാണ്. മോട്ടിവേഷൻ തിയറീസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം. എന്താണ് മോട്ടിവേഷൻ? ദെൻ തിയറീസ് ഓഫ് മോട്ടിവേഷൻ നിർബന്ധമായും പഠിച്ചിരിക്കണം. അതാണ് ആദ്യത്തെ സജഷൻ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ലീഡർഷിപ്പ് തിയറീസ്. ലീഡർഷിപ്പ് എന്താണ്, ലീഡർഷിപ്പിൻ്റെ തിയറീസ് എന്താണ്, അതുപോലെ തന്നെ ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്താണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് പേഴ്സണാലിറ്റി. എന്താണ് പേഴ്സണാലിറ്റി തിയറീസ്, അതിനെ പറ്റിയിട്ട് പേഴ്സണാലിറ്റി എന്താണ്, എക്സ്പ്ലെയിൻ അതിൻ്റെ തിയറീസ് എന്തൊക്കെയാണെന്നുള്ളത്, അതാണ് മറ്റൊരു സജഷൻ. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ബേസിക്സ്. Explain and evaluate the modern school of management thought. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. നിർബന്ധമായും നോക്കാം. ഇനി പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് പലപ്പോഴും വരാറുള്ള ഒരു ചോദ്യമാണ്. പ്ലാനിങ് എന്താണ്, അതിൻ്റെ പേർപ്പസസ് അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ് നിർബന്ധമായും പഠിക്കേണ്ട മറ്റൊരു ഏരിയ. ഇനി ടീമിനെ പറ്റിയിട്ട്, ടീം മാനേജ്മെന്റിനെ പറ്റിയുള്ള ചോദ്യം റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. സ്റ്റെപ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ടീം മാനേജ്മെന്റ്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ് എന്താണ്, ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് അങ്ങനെ പറയാം. ഗ്രൂപ്പ് എന്താണ്, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ്. ഓക്കെ, ഇതാണ് മറ്റൊരു സജഷൻ നൽകാനുള്ള. അപ്പം മെയിനായിട്ട് വരുന്നത്. പിന്നെ ഒരെണ്ണം ഉള്ളത് ലേണിങ്ങിനെ പറ്റിയിട്ടാണ്. ലേണിംഗ് എന്താണ്, എക്സ്പ്ലെയിൻ ലേണിംഗ് തിയറീസ്. ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ മെജോറിറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ പേഴ്സണാലിറ്റിയുടെ തിയറീസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കൂടെ മെൻഷൻ ചെയ്യാനുള്ളതാണ്. പേഴ്സണാലിറ്റി ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് എന്താണെന്നുള്ളത്. ദാറ്റ് ഇൻഫ്ലുവൻസിങ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമ്മൾ കണ്ടുവരുന്നത്. ഇനി ഒരെണ്ണം പറയാനുള്ളത് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫിനെ പറ്റിയുള്ള ഒരു ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദി നേച്ചർ ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. നിർബന്ധമായും പഠിക്കുക കേട്ടോ, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് 4 ചോദ്യങ്ങൾ വരുന്നു. അതിൽ 2 ആൻസർ കൊടുക്കണം. നമ്മൾ ഈ പറഞ്ഞ ചോദ്യങ്ങളിൽ നിന്ന് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് എസ്സേ. ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന മേജർ ടോപ്പിക്സ് ഒക്കെ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ആദ്യം മോട്ടിവേഷനും ലീഡർഷിപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. അതിൻ്റെ തിയറീസ്, അതിൻ്റെ സ്റ്റൈൽസ് ഒക്കെ നോക്കാം. പിന്നെ പേഴ്സണാലിറ്റി എന്താണ്, അതിൻ്റെ തിയറീസ്, അതിൻ്റെ ആട്രിബ്യൂട്ട്സ്, ദാറ്റ് ഇൻഫ്ലുവൻസിങ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. പിന്നെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തൊട്ട് നോക്കാം. ഒറ്റ പ്രാവശ്യം വന്നിട്ടുണ്ട്. പ്ലാനിങ് എന്താണ്, അതിൻ്റെ പർപ്പസ്, പ്രോസസ്സ്. പിന്നെ ഗ്രൂപ്പ് എന്താണ്, അതിൻ്റെ ടൈപ്സ്, ടീം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള ചോദ്യം, ലേണിംഗ് തിയറീസ്, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്.
ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ കുറച്ച് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ ഇതാണ്, ദെൻ ഫൈനലി ഇത്. ഓക്കെ, സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിന്റെ ചോദ്യങ്ങളും പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.